നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യം മുഴുവൻ ഇസ്രായേലിനെ പൂർണ്ണ പിന്തുണ അർപ്പിച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നപ്പോൾ പലസ്തീന് വേണ്ടി പിന്തുണ അർപ്പിച്ചുകൊണ്ട് നിന്ന നാടാണ് കേരളം. ഇപ്പോഴും പലസ്തീന് വേണ്ടി പരസ്യ പ്രചാരണങ്ങളും അതുപോലെ തന്നെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ പലരും രംഗത്ത് വരുന്നുണ്ട്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മറ്റൊരു സംഭവമാണ്. അതായത് ഫോർട്ട് കൊച്ചിയിൽ പലസ്തീൻ അനുകൂല പോസ്റ്ററുകൾ നശിപ്പിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയൻ വംശജരായ 2 ജൂത വനിതകൾ. ഇതാണ് ഇപ്പോൾ കേരളത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. കേസെടുത്ത സാഹചര്യത്തിൽ ഇവർ പോലീസ് നിരീക്ഷണത്തിലാണ്. കോടതി അനുമതിയോടെ മാത്രമേ ഇവരെ ഇന്ത്യയിൽ നിന്നും പോകാൻ അനുവദിക്കൂ. IPC 153 വകുപ്പ് പ്രകാരം ഇരു വിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധ സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തികളുടെ പേരിലാണ് കേസ്. ഫോർട്ട് കൊച്ചിയിൽ ഇവർ താമസിക്കുന്ന ഹോം സ്റ്റേയിൽ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് കേസെടുത്തത്. പുതുവർഷത്തിൽ സ്ഥാപിച്ചതാണ് പലസ്തീൻ അനുകൂല പോസ്റ്ററുകൾ എന്ന് പോലീസ് പറഞ്ഞു. അനുമതിയില്ലാതെയാണ് പോസ്റ്ററുകൾ പതിച്ചത്. തദ്ദേശഭരണ സ്ഥാപനമാണ് അത്തരം അനധികൃത പോസ്റ്ററുകൾ നീക്കേണ്ടതെന്നും പോലീസ് വ്യക്തമാക്കി. യുവതികളെ ആവശ്യമെങ്കിൽ കോടതിയിൽ ഹാജരാക്കുമെന്നും ACP KR മനോജ് വ്യക്തമാക്കി. ടൂറിസ്റ്റ് വിസയിൽ എത്തുന്നവർ ഒരിക്കലും ഇത്തരം പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന് നിയമമുണ്ടെന്നാണ് പരാതിക്കാരുടെ വാദം. അതുകൊണ്ട് തന്നെ ഇവരുടെ മടക്കയാത്രയ്ക്കുള്ള അനുമതിയിൽ കോടതി നിർദ്ദേശവും നിർണായകമാകും. തിങ്കളാഴ്ച വൈകിട്ട് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ടൂറിസ്റ്റ് വിസയിലെത്തിയ ജൂത വംശജരായ 2 സ്ത്രീകൾ കീറിയിട്ടിരിക്കുന്ന പലസ്തീൻ അനുകൂല പോസ്റ്ററുകൾക്കടുത്ത് നിൽക്കുന്നതായിരുന്നു ദൃശ്യങ്ങളിലുള്ളത്. ജമായത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രവർത്തകരാണ് ഇവിടെ പോസ്റ്റർ ഉയർത്തിയത്. SIO പ്രവർത്തകർ യുവതിക്കെതിരെ പരാതി നൽകി കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ചൊവ്വാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞും പ്രവർത്തകർ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു. ഒടുവിൽ പോലീസ് കേസെടുക്കുകയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചകൾക്കും സംഭവം വഴിവെച്ചു. ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ആരോപണ വിധേയരുടെ പേരുകൾ പരാമർശിക്കുന്നില്ല. എന്നാൽ സമൂഹത്തിൽ കലാപമുണ്ടാക്കാനായി പ്രകോപനം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രവൃത്തി എന്ന പേരിൽ IPC 153 വകുപ്പ് പ്രകാരം കേസുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ഇവരെ ജാമ്യം നൽകി വിട്ടയച്ചു. പോലീസ് പരാതിയിൽ നടപടി സ്വീകരിച്ചില്ലെന്ന് ആരോപിച്ച് SIO പ്രവർത്തകർ ചൊവ്വാഴ്ച രാത്രി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തി. പോലീസ് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. കേസെടുക്കാതെ പിരിഞ്ഞു പോകില്ലെന്ന് നിർബന്ധം പിടിച്ചതോടെ അർദ്ധരാത്രിയോടെ പോലീസ് കേസെടുക്കാൻ സമ്മതിക്കുകയായിരുന്നു. ഷിലാൻസിയ കൂടെയുണ്ടായിരുന്ന മറ്റൊരു യുവതി എന്നിവർക്കെതിരെയാണ് കേസ്. തിങ്കളാഴ്ച രാത്രിയോടെയാണ് യുവതികൾ പലസ്തീൻ അനുകൂല പോസ്റ്ററുകൾ കീറിയത്. SIO കൊച്ചി ഏരിയ കമ്മിറ്റി ഫോർട്ട് കൊച്ചി കടപ്പുറം കമാലക്കടവിലും വെച്ചിരുന്ന ബോർഡുകളാണ് കീറിയത്. ഇവർ ബോർഡ് കീറിയപ്പോൾ തന്നെ കുറച്ച് ചെറുപ്പക്കാർ പ്രതിഷേധവുമായി എത്തിയിരുന്നു. ഷിലാൻസിയെ ഇവരുമായി തർക്കിക്കുന്ന ദൃശ്യങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു. അതേസമയം മദ്യലഹരിയിലായിരുന്നുവെന്നും ബോർഡ് നശിപ്പിച്ചത് പ്രത്യേക ഉദ്ദേശത്തോടെയല്ലെന്നും വിദേശ വനിത പറഞ്ഞതായി പോലീസ് പറഞ്ഞതായി റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്.